ചിലർ വളരെ നിരാശപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ആരോടും ഒന്നും പറയാതെ തൻ്റെ വേദനകൾ ഉള്ളിലൊതുക്കി നിരാശ പൂണ്ട് ജീവിതം ഇങ്ങനെയൊക്കെയാണ്, ഇനി ഞാൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. മറ്റു ചിലർ ആരുടെയെങ്കിലും സഹായത്തിനായി കാത്തിരിക്കും. പക്ഷേ സഹായം കിട്ടും എന്ന് പ്രതീക്ഷിച്ച ആളിൽ നിന്ന് ഒരു സഹായവും ചിലപ്പോൾ അവർക്ക് കിട്ടി എന്നിരിക്കില്ല. എന്നാലും പ്രതീക്ഷയോടെ അവർ അനന്തമായി കാത്തിരിപ്പ് തുടർന്നു കൊണ്ടേയിരിക്കും. ഒന്നാലോചിച്ചു നോക്കൂ, ജീവിതം ഇങ്ങനെയൊക്കെ മതിയോ? ജീവിതം ഇങ്ങനെയൊന്നും മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല. തീർച്ചയായും ഒരു ജന്മം പാഴായിപ്പോവുകയാണ്. എന്തായാലും പോംവഴി കണ്ടെത്തിയിരിക്കും, ആ കാര്യം ഉറപ്പാണ്. ഉള്ളിൽ എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞിരിക്കും എന്ന കാര്യം സത്യമാണ്. നാം അഗാധമായി ഒരു കാര്യം ആഗ്രഹിച്ചാൽ തീർച്ചയായും അത് നമുക്ക് നേടാൻ കഴിഞ്ഞിരിക്കും. അത് ചിലപ്പോൾ നമുക്ക് വളരെ എളുപ്പമുള്ള മാർഗത്തിൽ കൂടിയായിരിക്കാം, മറ്റു ചിലപ്പോൾ വളരെ പ്രയാസപ്പെട്ട മാർഗത്തിൽ കൂടിയായിരിക്കാം. ജീവിതത്തിൽ ഉയർച്ച നേടണമെങ്കിൽ തീർച്ചയായും നാം അധ്വാനിച്ചേ മതിയാകൂ. അധ്വാനിക്കാതെ ജീവിതത്തിൽ ഒരിക്കലും ഉയർച്ച നേടുവാൻ സാധ്യമല്ല. സന്തോഷിക്കുവാനുള്ളതാണ് ജീവിതം. ഈ ജന്മത്തിൽ സന്തോഷിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന മാർഗം ഏതാണോ അത് നാം തീർച്ചയായും തിരഞ്ഞെടുത്തിരിക്കണം. നിരാശപ്പെട്ട് ദുഃഖിച്ച് തനിച്ച് ഇരുന്ന് ഇനി എനിക്ക് ജീവിതത്തിൽ ഒരു പുരോഗതിയും ഉണ്ടാകില്ല എന്ന് വിചാരിക്കാതെ, ഈ ജീവിതം എനിക്ക് ദുഃഖിക്കുവാനുള്ളതല്ല, എൻജോയ് ചെയ്യുവാനുള്ളതാണ് എന്ന് തന്നെ ഉറപ്പാക്കുക.